യേശുക്രിസ്തുവിൻ്റെ വംശാവലി വിവരിച്ചാണ് മത്തായി സുവിശേഷം ആരംഭിക്കുന്നത്. അതിൻ്റെ ആരംഭം ഇപ്രകാരമാണ്: അബ്രാഹത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശുക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥം. ഓരോ വർഷവും ആരാധനാക്രമത്തിൽ ഈ വംശാവലിയുടെ വിവരണം നാം ഉപയോഗിക്കുന്നുണ്ട്. സെപ്റ്റംബർ 8 പരിശുദ്ധ കന്യകാമാതാവിൻ്റെ ജനനത്തിരുനാൾ ദിവസം വിശുദ്ധ ബലിക്ക് വായിക്കുന്നത് ഈ സുവിശേഷ ഭാഗമാണ്. യേശുവിൻ്റെ പിറവിത്തിരുനാളിന് മുൻ ഒരുക്കമായിട്ടുള്ള ആഗമന കാലത്തിലും വീണ്ടും നാം ഈ വംശാവലിയുടെ വിവരണം വിശുദ്ധ ബലിയുടെ അവസരത്തിൽ വായിച്ചു കേൾക്കും. ഈ വർഷം യേശുവിൻ്റെ ജനനത്തിരുനാളിൻ്റെ പാതിരാ കുർബാന വേളയിലും ഈ വംശാവലി നാം സുവിശേഷ ഭാഗമായി വിശുദ്ധ ബലിയുടെ അവസരത്തിൽ ശ്രദ്ധിക്കും. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്താണ് ഈ വംശാവലിയുടെ വിവരണമെങ്കിൽ ലൂക്കാ സുവിശേഷകൻ അതിൻ്റെ 3-ാം അധ്യായത്തിലാണ് ഈ വംശാവലി, പ്രത്യേകിച്ച് 23 മുതൽ 38 വരെയുള്ള വചനങ്ങളിൽ നാം ഈ വംശാവലിയുടെ വിവരണം ലൂക്കാ സുവിശേഷകൻ്റെ കാണുന്നു. വായിച്ചു പോകുമ്പോൾ പ്രത്യേകിച്ച് ആവർത്തന വിരസത കൊണ്ട് പല പേരുകൾ വീണ്ടും വീണ്ടും വരുമ്പോൾ ഒരു വിരസത അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോഴെങ്കിലും ചിലർ വളരെ വേഗത്തിൽ അത് വായിച്ചു പോകുന്നതായിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലർ ചില ഭാഗങ്ങൾ വിട്ടുകളയാറുമുണ്ട്. എങ്കിലും ഈ വംശാവലിക്ക് വളരെയേറെ അർത്ഥതലങ്ങളുണ്ട് എന്ന് ഞാൻ കൂടുതൽ മനസ്സിലാക്കിയത് കാർഡിനൽ ഫ്രാൻസിസ് സേവിയർ വാൻ തുവൻ്റെ ദ ടെസ്റ്റിമണി ഓഫ് ഹോപ്പ് എന്ന പുസ്തകം വായിച്ചപ്പോഴാണ്. കാർഡിനൽ ഫ്രാൻസിസ് വാൻ തുവനെ നമുക്ക് പരിചയമുണ്ട്. വിയറ്റ്നാമിൽ നിന്നുള്ള മെത്രാനായിരുന്നു അദ്ദേഹം. 1976 മാർച്ച് മാസം 18 മുതൽ നീണ്ട 13 വർഷങ്ങൾ അദ്ദേഹം വിയറ്റ്നാമിൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ കാലത്ത് തടവറയിലായിരുന്നു. അതിൽ ഏകദേശം 9 വർഷം വിശ്വാസത്തിനു വേണ്ടി ഏകാന്ത തടവറയിൽ ഒരു കുടുസുമുറിയിൽ കാര്യമായി വെളിച്ചമൊന്നും പ്രവേശിക്കാത്ത കാരാഗൃഹത്തിൻ്റെ ആ മുറിയിൽ അദ്ദേഹം കഴിയേണ്ടി വന്നു. അവിടെ നിന്ന് വിമോചിതനായ ശേഷം 2000 ആണ്ടിൽ വിശുദ്ധ ജോൺ പോൾ പാപ്പയ്ക്കും വത്തിക്കാൻ കൂരിയയിലെ അംഗങ്ങൾക്കും വേണ്ടി അദ്ദേഹം നൽകിയ വാർഷിക ധ്യാനത്തിൻ്റെ പ്രഭാഷണങ്ങളാണ് ഈ ടെസ്റ്റിമണി ഓഫ് ഹോപ്പ് അഥവാ പ്രത്യാശയുടെ സാക്ഷ്യം എന്ന ഈ പുസ്തകത്തിൽ വിവരിക്കുക. അതിൻ്റെ പ്രഥമ അധ്യായം യേശുവിൻ്റെ വംശാവലിയെ പറ്റിയുള്ള ഒരു വിചിന്തനമാണ്. അത് വായിച്ചപ്പോഴാണ് ഈ വംശാവലിയുടെ വളരെ പ്രത്യേകമായ അർത്ഥതലങ്ങളെപ്പറ്റി ചിന്തിക്കാനിടയായത്. കാർഡിനൽ ഫ്രാൻസിസ് സേവിയർ വാൻ തുവാൻ പറയുന്നു, പ്രത്യേകിച്ച് വിയറ്റ്നാമിലെ വലിയൊരു പാരമ്പര്യമാണ് ഇങ്ങനെ കുടുംബ ചരിത്രം എഴുതി സൂക്ഷിക്കുക എന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ചരിത്രം 1698 മുതലുണ്ടെന്ന് വ്യക്തമാക്കുന്നു. അന്നാണ്, ആ കാലയളവിലാണ് അദ്ദേഹത്തിൻ്റെ പൂർവ്വപിതാക്കന്മാർ 15 തലമുറയ്ക്ക് മുൻപായി അവർ
ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. അങ്ങനെ ആ പൂർവികരുടെ പേരുവിവരണങ്ങളും മറ്റും എഴുതി വച്ചിരിക്കുന്ന ആ പുസ്തകം അവരുടെ കുടുംബ അൾത്താരയിൽ പൂജ്യമായി ബഹുമാനാദരവോടുകൂടെ അങ്ങനെ പൂർവികരുടെ സ്മരണയ്ക്ക് തന്നെ കാത്തു സൂക്ഷിക്കുന്നു എന്ന് കാർഡിനൽ ഫ്രാൻസിസ് സേവ്യർ വാൻ തുവാൻ ഇദ്ദേഹത്തിൻ്റെ ആ പ്രഭാഷണത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് യേശുവിൻ്റെ വംശാവലിയെ പറ്റിയുള്ള ഈ വിവരണം കൊടുക്കുക. അദ്ദേഹം അതിനെപ്പറ്റി പറയുക, ഐ ആം കൺവിൻസ്ഡ് ദാറ്റ് ദ വേർഡ്സ് ഓഫ് ദ ബുക്ക് ഓഫ് ജെനിയോളജി ഓഫ് ജീസസ് ക്രൈസ്റ്റ് contain the essential announcement of the first and of the new covenant, the nucleus of the mystery of salvation, which find us Catholic, Orthodox, Protestants all united. അങ്ങനെ എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളെയും, കത്തോലിക്കരെയും പ്രൊട്ടസ്റ്റൻറ്റുകാരെയും ഓർത്തഡോക്സുകാരെയും എല്ലാം ഒരുമിപ്പിക്കുന്ന അങ്ങനെ ആ വിശ്വാസത്തിൻ്റെ രക്ഷയുടെ ചരിത്രത്തിൻ്റെ ഒരു സംഗ്രഹം നമുക്ക് ഈ യേശുവിൻ്റെ വംശാവലിയിൽ കാണാനാകും എന്ന് കാർഡിനൽ വാൻ തുവൻ ഈ പ്രഭാഷണത്തിൻ്റെ അവസരത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 55-ാം വാക്യത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ആ സ്തോത്രഗീതത്തിൽ അദ്ദേഹം അവിടെ പാടുന്നത് ഇതുതന്നെയാണ്. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹാമിനോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനമനുസരിച്ച് അങ്ങനെ തലമുറകൾ അനുഭവിച്ച ദൈവത്തിൻ്റെ ശാശ്വതമായ കാരുണ്യം, അവിടുത്തെ അനന്തമായ വിശ്വസ്തത, അതാണ് ഈ വിവരണം വ്യക്തമാക്കുന്നതെന്ന് കാർഡിനൽ വാൻ തുവാൻ വിവരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ആദ്യ അധ്യായത്തിലും ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായത്തിലും ഈ വിവരണം അങ്ങനെ അബ്രഹാം മുതലുള്ള വംശാവലിയെപ്പറ്റി കൊടുക്കുമ്പോൾ 4-ാം സുവിശേഷകൻ യോഹന്നാൻ സുവിശേഷകൻ അല്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു വിവരണത്തിൻ്റെ നിലപാടാണ് സ്വീകരിക്കുക. പ്രത്യേകിച്ച് ദ മെമ്മറീസ് ഓഫ് ദി ബിലവഡ് ഡിസൈപ്പിൾ, യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പുസ്തകത്തിൽ റവറൻ ഡോക്ടർ ടോം ഓലിക്കരോട്ട് എഴുതുക, മത്തായിയുടെ സുവിശേഷകൻ രക്ഷാകര ചരിത്രത്തിൻ്റെ തുടക്കക്കാരനായ അബ്രാഹത്തിൻ്റെ കാലം വരെ പിറകോട്ട് നടന്നാണ് വചനത്തിൻ്റെ കാലത്തിലെ സാന്നിധ്യത്തെ സ്പർശിക്കുന്നത്. എന്നാൽ സമാന്തര സുവിശേഷകന്മാർ യേശുവിൻ്റെ മനുഷ്യത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നിത്യവചനത്തിൻ്റെ ജൈവ വേരുകൾ തിരഞ്ഞ് അവിടുത്തെ മനുഷ്യത്വത്തിൻ്റെ രഹസ്യം അനാവരണം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷകൻ വചനത്തിൻ്റെ ദൈവികാസ്തിത്വത്തെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. തുടർന്ന് ഈ പുസ്തകത്തിൽ വിവരിക്കുന്ന ഇതാണ്, എല്ലാ തുടക്കങ്ങളുടെയും മുൻപുള്ള തുടക്കത്തെക്കുറിച്ചാണ്, സമയത്തിൻ്റെ ഉത്ഭവത്തിന് മുൻപുള്ള ആരംഭത്തെക്കുറിച്ചാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. അങ്ങനെ വചനത്തെപ്പറ്റി, ആദിയിൽ വചനമുണ്ടായിരുന്നു, അങ്ങനെയുള്ള ഒരു തുടക്കമാണ് 4-ാം സുവിശേഷകൻ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ വിവരിച്ചിരിക്കുന്ന ആ വംശാവലിയുടെ വിവരണങ്ങളിലേക്ക് നമുക്ക് ഒന്നുകൂടെ കടന്നു ചെല്ലാം. അവിടെ തുടങ്ങുക, മത്തായി സുവിശേഷകൻ വിവരണം തുടങ്ങുക, അബ്രാഹാം ഇസ്ഹാക്കിൻ്റെ പിതാവായിരുന്നു, ഇസ്ഹാക്ക് യാക്കോബിൻ്റെയും യാക്കോബ് യൂദയായുടെയും, അങ്ങനെ വിവരിച്ചുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ അബ്രാഹത്തിൻ്റെ ആദ്യജാതൻ ഇസ്ഹാക്കല്ല, ഇസ്മായേലാണ്, ഹാഗാറിൽ നിന്നും ജനിച്ച മകൻ. അതേപോലെ തന്നെ ഇസ്ഹാക്ക് യാക്കോബിനെയാണ് അനുഗ്രഹിക്കേണ്ടി വന്നത്. കാര്യം ശരി, ആദ്യജാതൻ ഇസോവ ആയിരുന്നെങ്കിൽ പോലും. അങ്ങനെ എന്തുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പ്, ഈ വ്യത്യസ്തമായ തിരഞ്ഞെടുപ്പ് എന്നുള്ളത് ഈ വംശാവലിയുടെ പശ്ചാത്തലത്തിൽ നാം വിചിന്തനം ചെയ്യുമ്പോൾ
ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അതാണ്. ദൈവം ഓരോരുത്തരെയും അവിടുന്ന് തിരഞ്ഞെടുക്കുക അവിടുത്തെ പ്രത്യേകമായ പരിഗണനയും പരിലാളനയും വെച്ചാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം കാണുക, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്, ചോയ്സ്, അവിടുത്തെ സ്നേഹം, പരിഗണന, പരിലാളന, അതാണ് ചരിത്രത്തിൽ നാം തിരിച്ചറിയുന്നത്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 3-ാം വാക്യത്തിൽ കാണുക, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ഐ ഹാവ് ലവ്ഡ് യു വിത്ത് ആൻ എവർലാസ്റ്റിംഗ് ലവ്. അതാണ് ജെറമ്യയോട് യഹോവയായ ദൈവം പറയുക, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം, കാരുണ്യം, പ്രത്യേകമായ തിരഞ്ഞെടുപ്പ്, അതെന്തുകൊണ്ട് നമുക്കറിയില്ല. ഈ ഒരു യാഥാർത്ഥ്യം കൂടെയാണ് ഈ വംശാവലിയുടെ വിവരണത്തിൽ അബ്രാഹത്തിൻ്റെ സന്തതി പരമ്പരകളെ പറ്റി വിവരിക്കുമ്പോൾ ഈ അനുഗ്രഹം, ഈ തിരഞ്ഞെടുപ്പ് കടന്നു വരുന്നതിൻ്റെ പശ്ചാത്തലം നമുക്ക് കൂടുതൽ വ്യക്തമാക്കുക. ഇസ്യാസ് പ്രവാചകൻ്റെ പുസ്തകം 49-ാം അധ്യായം 1-ാം വാക്യത്തിലും ഈ ഒരു യാഥാർത്ഥ്യത്തെ വ്യക്തമാക്കുകയാണ്. ഗർഭത്തിൽ വച്ചു തന്നെ കർത്താവ് എന്നെ വിളിച്ചു, അമ്മയുടെ ഉദരത്തിൽ വച്ചു തന്നെ അവിടുന്ന് എന്നെ നാമകരണം ചെയ്തു എന്ന് പ്രവാചകൻ വ്യക്തമാക്കുന്നു. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം, അവിടുത്തെ മാത്രം തിരഞ്ഞെടുപ്പ്, അവിടുന്ന് ഓരോ വ്യക്തിയെയും പ്രത്യേകമായി പരിലാളിച്ച് സംരക്ഷിച്ച് സൂക്ഷിക്കുന്ന ആ ഒരു തിരഞ്ഞെടുപ്പ്, സ്നേഹം, കാരുണ്യം, ഇതാണ് ഈ വംശാവലിയിലൂടെ നാം മനസ്സിലാക്കുന്ന ഒന്നാമത്തെ കാര്യം. അങ്ങനെ ഓരോ വ്യക്തിയെയും ദൈവം തിരഞ്ഞെടുക്കുന്നു, അതിനായി അവിടുത്തെ പദ്ധതി അനുസരിച്ച് ഒരുക്കുന്നു, അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ് ആ തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾക്ക് ലഭ്യമാവുകയും ചെയ്തു. അവിടുത്തെ അനന്തമായ വിശ്വസ്തത, അവിടുത്തെ മാത്രമുള്ള ആ കാരുണ്യം, ആ തിരഞ്ഞെടുപ്പ് അനുസരിച്ചാണ് ഓരോ വ്യക്തിക്കും രക്ഷാകര ചരിത്രത്തിൽ ഉത്തരവാദിത്വവും എല്ലാം നൽകുക. രണ്ടാമതായി നാം മനസ്സിലാക്കുന്നത് ഇതാണ്, ദൈവകൃപയിലേക്കാണ് ഈ വംശാവലി വളരുന്നത്. അവിടുത്തെ ആ കൃപയുടെ പ്രഭാപൂരമാണ് ഈ വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ വംശാവലിയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും, എല്ലാ തരക്കാരുമുണ്ട്, എല്ലാ വിധത്തിലുള്ള വ്യക്തികളുമുണ്ട്. അതിൽ വളരെ നല്ല രീതിയിൽ യഹോവയുടെ വിശ്വസ്തതാപൂർവം അവിടുത്തെ വചനങ്ങളനുസരിച്ച് അവിടുത്തെ പാതയിൽ വിശ്വസ്തതാപൂർവം ജീവിച്ച വ്യക്തികളുണ്ട്. അല്ലാത്ത വ്യക്തികളും പ്രത്യേകിച്ചുണ്ട്. ബാബിലോൺ പ്രവാസത്തിന് മുൻപ് ദൈവത്തിൻ്റെ വിശ്വസ്തരായി ജീവിച്ച രാജാക്കന്മാരാണ് ഹെസക്കിയായും ജോസിയായും. എന്നാൽ മറ്റു ചില രാജാക്കന്മാരും അവിടെ കൊടുത്തിരിക്കുന്ന ആ വ്യക്തികളും അവർ അന്യദേവന്മാരെ ആരാധിച്ചവരായിരുന്നു. അക്രമത്തിൽ മറ്റുള്ളവരെ തകർത്ത വ്യക്തികളുണ്ട്, അധർമ്മ മാർഗത്തിലൂടെ പോയവരുണ്ട്, കൊലയാളികളുണ്ട്. അങ്ങനെ വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോയവരാണെങ്കിലും അവരെല്ലാം ആ വംശാവലിയുടെ ചരിത്രത്തിൽ ലിസ്റ്റിൽ നാം കാണുന്നു. ബാബിലോൺ പ്രവാസത്തിന് ശേഷം യഹോവയിൽ അടിയുറച്ച് ആശ്രയിച്ച മറ്റു 2 പേർ സലാത്തിയേലും സൊറോബാബേലുമാണ്. എന്നാൽ വംശാവലിയിൽ ഏറ്റവും പ്രബലനായ ഒരു രാജാവ് ദാവീദ് രാജാവാണ്. ദാവീദ് രാജാവിൻ്റെ ചരിത്രം നമുക്കറിയാം. പാപത്തിൽ തകർന്ന് വീഴുകയും എന്നാൽ പുണ്യത്തിൽ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത വ്യക്തിയാണ് ദാവീദ് രാജാവ്. ആ മനുഷ്യൻ വ്യഭിചാരത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും കറപുരണ്ട് ദൈവത്തിൻ്റെ അനന്ത കാരുണ്യത്തിനായി നിലവിളിക്കുന്ന ആ സങ്കീർത്തനം 51-ാം സങ്കീർത്തനമുണ്ട്. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ, അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്ത് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ, എൻ്റെ അകൃത്യം
നിശേഷം കഴുകിക്കളയണമേ. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. അങ്ങനെ ദൈവത്തിൻ്റെ മുൻപിൽ തൻ്റെ അകൃത്യങ്ങളെപ്പറ്റി, പാപങ്ങളെപ്പറ്റി വിനീത ഹൃദയത്തോടുകൂടെ പ്രാർത്ഥിക്കുന്ന പാപിയായ മനുഷ്യൻ സാവധാനം പുണ്യത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്ന വ്യക്തി. ദാവീദ് രാജാവ് ഈ 51-ാം സങ്കീർത്തനത്തിൽ തുടർന്ന് പ്രാർത്ഥിക്കുന്നു, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങനെ നവചൈതന്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ച ഒരു മനുഷ്യൻ പാപത്തിൽ നിബന്ധിക്കുമ്പോഴും പുണ്യത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ ദൈവത്തോട് കേണപേക്ഷിക്കുകയും അങ്ങനെ ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിക്കുകയും ചെയ്ത വ്യക്തി ദാവീദ് രാജാവ് ഈ വംശാവലിയുടെ ലിസ്റ്റിൽപ്പെടുന്നു. ഈ വംശാവലിയിൽപ്പെടുന്ന മറ്റു ചില വ്യക്തികൾ, താമാർ പാപിനിയായ ഒരു സ്ത്രീയാണ്, റാഹാബ് വ്യഭിചാരിണിയാണ്, റൂത്ത് പ്രവാസിയാണ്. 4-മത്തെ കൊടുത്തിരിക്കുന്ന ഒരു സ്ത്രീയുടെ പേര് പോലും പറയുന്നില്ല. അതിന് പകരം പറയുന്നത് ഉറിയായുടെ ഭാര്യ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ നമുക്ക് അവളുടെ പേര് വ്യക്തമായി അറിയാം, ബത്ശേബ. അങ്ങനെ പാപിനികളുടെയും പരിമിതികളുള്ളവരുടെയും പോരായ്മകളിലൂടെ ജീവിച്ചവരുടെയും എല്ലാം പേരുകൾ ഈ ലിസ്റ്റിൽ പെടുമ്പോൾ ദൈവത്തിൻ്റെ കൃപയുടെ പ്രഭാവത്തിലേക്ക്, ആ പ്രഭയിലേക്ക് വളർന്നു വന്ന വ്യക്തികളെയാണ് നാം അവിടെ കാണുക. ഈ വംശാവലിയുടെ അന്ത്യത്തിൽ നാം കാണുക യേശുവിലേക്ക് അത് ചെന്നെത്തി നിൽക്കുന്നു. യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തിലേക്ക്, നന്മ നിറഞ്ഞവളായ ആ സ്ത്രീയിലേക്ക് കടന്നു ചെല്ലുന്നു. അങ്ങനെ വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോയ വ്യക്തികളാണെങ്കിലും ദൈവത്തിൻ്റെ കൃപയുടെ ആ പ്രഭയിലേക്ക് വളർന്നു വരുന്ന വ്യക്തികളെയും നമുക്ക് അവിടെ കാണാനാകുന്നു. എന്താണിത് നമ്മെ ഓർമ്മിപ്പിക്കുക, പഠിപ്പിക്കുക? ഓരോ ക്രൈസ്തവനും പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ വംശാവലിയുടെ പിന്തുടർച്ചക്കാരായി മാറുമ്പോൾ അവർ ആ കൃപയുടെ പ്രഭയിലേക്ക് അവർ കടന്നു വരികയാണ്. അവിടുത്തെ കാരുണ്യവും സ്നേഹവും അവിടെ ഓരോ ക്രൈസ്തവനും അനുഭവിക്കുകയാണ്. അതാണ് ഈ വംശാവലിയുടെ തുടർച്ചക്കാരായ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകേണ്ടത്. കഴിഞ്ഞു പോയ കാല ജീവിതത്തിലെ സാഹചര്യങ്ങളല്ല, പാപപങ്കിലമായ പരിമിതികളല്ല, പ്രത്യുത ദൈവത്തിൻ്റെ കാരുണ്യം നമ്മെ കൈപിടിച്ച് നടത്തുന്നു. പുതിയ ഒരു ജീവിത ചരിത്രത്തിലേക്ക്, ആ വംശാവലിയിലേക്ക് നമ്മെയും കൊണ്ടു ചെല്ലുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ കാരുണ്യത്തിലേക്കും അവിടുത്തെ കൃപയിലേക്കും നമ്മെ കൈപിടിച്ച് നടത്തുന്നു എന്നുള്ള വലിയ ഒരു യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ ഈ വംശാവലിയുടെ ഭാഗമായി നാമും ജ്ഞാനസ്നാനത്തിലൂടെ ആ കൃപയിലേക്ക് വരുമ്പോൾ, ആ ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിലേക്ക് വളർന്നു വരുമ്പോൾ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവവേദ്യമാകുക. എന്നാൽ യേശുവിൻ്റെ ഈ വംശാവലി ചരിത്രം വായിച്ച് നാം വിചിന്തനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടത് എല്ലാ ഉച്ചനീചത്വങ്ങളും തച്ചുടക്കുന്ന ദൈവത്തിൻ്റെ ആ പ്രത്യേകമായ ഇടപെടലാണ് ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്. അവിടെ ഗ്രീക്കുകാരെന്നോ യഹൂദനെന്നോ വ്യത്യാസമില്ല. റോമാക്കാർക്ക് എഴുതിയ പൗലോസ് അപ്പോസ്തലൻ ലേഖനം 9-ാം അധ്യായം 12-ാം വാക്യത്തിൽ വ്യക്തമാക്കുന്നത് പോലെ യേശുവിൻ്റെ കൃപയിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ എല്ലാ കൂച്ചുവിലങ്ങുകളും അറുത്തു മാറ്റപ്പെടുന്നു. അവിടുത്തെ സ്വാതന്ത്ര്യത്തിലേക്ക്, അവിടുത്തെ ആ ജീവിതത്തിൻ്റെ മൂല്യത്തിലേക്ക് നാം വരുന്നു. അവിടെ പിന്നെ ഉയർന്നവനെന്നോ താഴ്ന്നവനോ എന്നില്ല. എല്ലാവരും അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകത്തിൻ്റെ 4-ാം അധ്യായം 32-ാം വാക്യത്തിൽ വിവരിക്കുന്നത് പോലെ ഒരേ മനസ്സോടും ഒരേ ഹൃദയത്തോടും കൂടെ വ്യാപരിക്കുന്നു. അതാണ് വംശാവലിയുടെ തുടർച്ചയായി നാം ക്രിസ്തുവിൻ്റെ ഭാഗമായി മാറുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, കുടുംബ കൂട്ടായ്മകളിൽ അനുഭവിക്കേണ്ടത്. ഈ ഐക്യത്തിൻ്റെ, കൂട്ടായ്മയുടെ, പങ്കാളിത്തത്തിൻ്റെ അനുഭവത്തിലേക്കാണ്
നാം യഥാർത്ഥത്തിൽ യേശുവിൻ്റെ വിശ്വാസത്തിൽ വരുമ്പോൾ വരിക. മാത്രമല്ല, ഒരു സമഭാവനയുടെ പുനഃസ്ഥാപനം നമുക്ക് ഈ വംശാവലിയിൽ ദൃശ്യമാകുന്നു. പരമ്പരാഗതമായി പാലിച്ചു പോന്ന പഴയ നിയമത്തിൻ്റെ പല പാരമ്പര്യങ്ങളും ഈ വംശാവലിയിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്നു. പ്രത്യേകിച്ച് യഹൂദ പാരമ്പര്യത്തിൽ വംശാവലി നിർണയിക്കുന്നത് പുരുഷന്മാരുടെ തലമുറ എണ്ണിക്കൊണ്ടാണ്. സ്ത്രീകളെ പരിഗണിക്കാറില്ല. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 25-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം കാണുക, ഏതെങ്കിലും ഒരു വ്യക്തി വിവാഹിതനായി മക്കളില്ലാതെ മരണപ്പെട്ടാൽ അയാളുടെ സഹോദരൻ ആ ഭാര്യയെ, വിധവയായ സ്ത്രീയെ വിവാഹം ചെയ്ത് തൻ്റെ മരണപ്പെട്ട ആ സഹോദരന് വേണ്ടി പുത്രനെ ജനിപ്പിക്കുകയും അങ്ങനെ ആ ആദ്യജാതൻ്റെ പേര് നൽകി ആ സഹോദരൻ്റെ തലമുറ തുടർന്നു കൊണ്ടുപോകണമെന്ന് നിയമാവർത്തന പുസ്തകത്തിൻ്റെ 25-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. അങ്ങനെ യഹൂദ നിയമപ്രകാരം വംശാവലി നിർണയിക്കുക പുരുഷന്മാരുടെ പേര് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലുമൊക്കെ കാണുന്ന ഈ വംശാവലിയുടെ വിവരണത്തിൽ സ്ത്രീകളുടെയും സാന്നിധ്യം നമുക്ക് കാണാൻ ആകും. എന്താണ് അർത്ഥമാക്കുന്നത്? അവിടെ ദൈവം വിഭാവനം ചെയ്ത ആ ഒരു സമഭാവനയുടെ പുനഃസ്ഥാപനമാണ് നാം കാണുക. സ്ത്രീയും പുരുഷനും ദൈവത്തിൻ്റെ സന്നിധിയിൽ അവിടുത്തെ കണ്ണുകൾക്ക് മുൻപിൽ അവകാശപ്പെടുന്ന ആ തുല്യതയും സമഭാവനയുമൊക്കെയാണ് ഈ വംശാവലിയിൽ അങ്ങനെ എല്ലാവരുടെയും പേര് ഒരേപോലെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സൃഷ്ടിയുടെ മാഹാത്മ്യവും മനോഹാരിതയും പുനഃസ്ഥാപിക്കപ്പെടുകയാണ് ഈ വംശാവലിയിൽ അപ്രകാരം ചെയ്യുന്നത് വഴി. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ നാം കാണുക, ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. അങ്ങനെ ദൈവം സൃഷ്ടിയുടെ ആരംഭം മുതൽ തന്നെ കാണിച്ചിരുന്ന ആ ഒരു സമഭാവന, ആ തുല്യത വീണ്ടും പുനഃസ്ഥാപിക്കുകയാണ് യേശുവിൻ്റെ ഈ വംശാവലിയിലൂടെ. അങ്ങനെ സ്ത്രീയാണെന്ന കാരണം കൊണ്ട് സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുകയും അകറ്റി നിർത്തുകയും ഭ്രഷ്ട് കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ഭാഗമല്ല. അവിടെ വിലങ്ങുകളും വിലക്കുകളുമില്ല. എല്ലാവരുടെയും തുല്യതയും സമഭാവനയുമാണ് യേശുവിൻ്റെ സുവിശേഷത്തിൽ നാം മനസ്സിലാക്കേണ്ടതും നമ്മുടെ അനുദിന ജീവിതത്തിൽ നിർബന്ധമായും ക്രൈസ്തവരെന്ന നിലയ്ക്ക് പാലിക്കേണ്ടതും. മാത്രമല്ല, ഈ വംശാവലി ചെന്ന് നിൽക്കുക ക്രിസ്തുവിലാണ്. ക്രിസ്തുവാണ് ഇങ്ങനെ തലമുറകളുടെ സ്വപ്നത്തിൻ്റെ സാഫല്യം നാം കാണുക. മിശിഹായ്ക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് തലമുറകൾ കൈമാറിയ നിതാന്തര ജാഗരണത്തിൻ്റെ ഫലമാണ്. അത് നൂറ്റാണ്ടുകളായി പ്രവാചകന്മാർ പറഞ്ഞു വച്ച വാഗ്ദാനമാണ്. ആ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമാണ് ക്രിസ്തുവിൽ ദൈവജനം ദർശിക്കുക. മുന്നറിയിപ്പ് നൽകി ചരിത്രത്തിൽ കാണുന്ന ഏക വ്യക്തി എന്ന് ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജേഷിൻ യേശുവിനെ പറ്റി ലൈഫ് ഓഫ് ക്രൈസ്റ്റ് എന്ന പുസ്തകത്തിൽ കൊടുക്കുന്നുണ്ട്. അദ്ദേഹം വിവരിക്കുന്ന ഇതാണ്, ദി ഓൺലി പേഴ്സൺ എവർ പ്രീ അനൗൺസ്ഡ് എന്ന്. അങ്ങനെ യേശു മാത്രമാണ് ഇങ്ങനെ ചരിത്രത്തിൽ താൻ ദൈവമാണെന്നും ദൈവത്തിൽ നിന്ന് വന്നവരാണെന്നും ഒക്കെ അവകാശപ്പെടുന്ന പല വ്യക്തികളെ കാണാമെങ്കിലും യേശുവിനെ പറ്റി മാത്രമാണ് ഇപ്രകാരം ദി ഓൺലി പേഴ്സൺ എവർ പ്രീ അനൗൺസ്ഡ്. ആ യേശുവിൻ്റെ മരണത്തെയും ജനനത്തെയും പറ്റിയും നൂറ്റാണ്ടുകൾക്ക് മുൻപേ പ്രവചിച്ചു എന്ന് ആർച്ച് ബിഷപ്പ് പ്രശസ്ത പ്രഭാഷകനും ഇപ്പോൾ അൾത്താരയുടെ വണക്കത്തിലേക്ക് ഉയർത്തപ്പെടുവാൻ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതുമായ ദൈവദാസൻ ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജേഷിൻ വ്യക്തമാക്കുക. അദ്ദേഹം പറയുന്നു, ഹിസ്റ്ററി ഈസ് ഫുൾ ഓഫ് മെൻ ഹു ഹാവ് ക്ലെയിംഡ് that they have come from God or that they were gods
or that they bore messages from God, Buddha, Muhammad, Confucius, Christ, Lao Tse and thousands of others. പക്ഷേ ഇങ്ങനെയുള്ള ഈ വലിയ നിരകളിൽ ക്രിസ്തുവാണ് പ്രത്യേകിച്ച് ഇപ്രകാരം ഒരു തൻ്റെ ജനനത്തെപ്പറ്റി, അതേക്കാൾ കൂടുതൽ മരണത്തെപ്പറ്റി നേരത്തെ അറിയിക്കപ്പെട്ടിരുന്നത്. ഇസ്യാസ് പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം കാണുന്നത് പോലെ കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും എന്ന് ഇസ്യാസ് ദീർഘദർശി പ്രവചിച്ചതുപോലെ അത് 8 നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള പ്രവചനമാണ്. ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജെ പറയുന്നു, ഹീ ഈസ് എ ഫ്രണ്ട് ഓഫ് സിന്നേഴ്സ്, ഹീ ഈസ് എ സമരിറ്റൻ, ബട്ട് ദ ഷാഡോ ഓഫ് എ സ്റ്റെയിൻഡ് പാസ്റ്റ് ഫോർടെൽസ് ഹിസ് ഫ്യൂച്ചർ ലവ് ഫോർ ദ സ്റ്റെയിൻഡ്. അങ്ങനെ ഈ വംശാവലിയിൽ കാണുന്ന പാപികളുടെയും കറപുരണ്ടവരുടെയും ചരിത്രം നമ്മിൽ നിന്ന് മനസ്സിലാക്കുക. അങ്ങനെ പാപികളോടൊത്ത് പ്രത്യേകമായ പരിഗണന കൊടുക്കുന്ന ഒരു രക്ഷകനെയാണെന്നാണ് വ്യക്തമാക്കുക. ഈ വംശാവലിയുടെ വായനയും വിചിന്തനവും നമ്മെ അങ്ങനെ ഒരു പ്രത്യാശ പകരുന്ന അനുഭവത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഈ പ്രത്യാശ നമ്മെ നയിക്കേണ്ടത് ആ കാലിത്തൊഴുത്തിലെ ഓമനത്വം തുളുമ്പുന്ന ദിവ്യ പൈതലിലേക്കായിരിക്കും. ആ ദിവ്യ പൈതലിലേക്ക് നമ്മെ കൊണ്ടുപോകുക ഈ പ്രത്യാശയുടെ അടയാളമായ നക്ഷത്രത്തെയുമാണ്. പ്രത്യേകിച്ച് ഈ ആഗമന കാലഘട്ടത്തിൽ ഈ വംശാവലി വായിച്ച് വിചിന്തനം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരേണ്ടത് ഇതാണ്: ദൈവം നമുക്ക് നൽകിയിട്ടുള്ള പ്രത്യേകമായ തിരഞ്ഞെടുപ്പ്. നമ്മുടെ അവസ്ഥകളും ഒന്നും നോക്കാതെ അവിടുത്തെ കാരുണ്യവും സ്നേഹവും പരിഗണനയും പരിലാളനയും നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചതിനെപ്പറ്റി നാം പ്രത്യേകമായി സൂക്ഷിക്കേണ്ട മറ്റുള്ളവരോടുള്ള സമഭാവനയും സ്നേഹവും പരിഗണനയും, ഇതെല്ലാം നമ്മെ ഓർപ്പിക്കുന്ന ഈ വംശാവലി വിചിന്തനം ചെയ്യുമ്പോൾ നമ്മെ കൊണ്ടുചെന്നെത്തിക്കേണ്ടത് ആ കൃപയുടെ പ്രഭയിലേക്കാണ്. കഴിഞ്ഞു പോയ കാലജീവിതത്തിലെ പോരായ്മകളെല്ലാം മാറ്റിക്കൊണ്ട് ആ കൃപയിലേക്ക് വളരുവാൻ, ആ കൃപയുടെ പ്രഭ നമ്മുടെ അനുദിന ജീവിതം വഴി മറ്റുള്ളവരിലേക്ക് പകരുവാൻ നമുക്ക് സാധിക്കണം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. തലമുറകളുടെ പ്രതീക്ഷയായി കടന്നു വന്ന യേശുവേ, അങ്ങയുടെ വംശാവലി ഞങ്ങൾ വായിച്ച് വിചിന്തനം ചെയ്യുമ്പോൾ പാപികളും പരിമിതികളുള്ളവരും അധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ ചരിച്ചവരെയും ഒക്കെ കാണുന്നു. ഞങ്ങളും അങ്ങയുടെ അവിശ്വാസത്തിലേക്ക് കടന്നു വരുന്നപ്പോൾ പോലും ഞങ്ങളുടെയും ജീവിതത്തിൽ കുറവുകളും കുറ്റങ്ങളും പോരായ്മകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും അങ്ങയുടെ കൃപയിലേക്ക് വളരുവാൻ, ആ കൃപയുടെ പ്രഭ എന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ വരമേകണമേ. ഞങ്ങളും മറ്റുള്ളവരോട് സമഭാവനയോടുകൂടെ പ്രവർത്തിക്കുവാൻ, വ്യാപരിക്കുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതം വഴി ചിലപ്പോൾ അറിഞ്ഞും അറിയാതെയും വച്ചു പുലർത്തുന്ന എല്ലാ ഉച്ചനീചത്വങ്ങളും തച്ചുടക്കുവാൻ, അതിൽ നിന്ന് വിമോചിതരായി അങ്ങയുടെ ആ സമഭാവനയിലേക്ക്, തുല്യതയിലേക്ക്, കൂട്ടായ്മയിലേക്ക് വളരുവാൻ ഞങ്ങൾക്ക് വരമേകണമേ. അങ്ങനെ ഞങ്ങൾ ആ കാലിത്തൊഴുത്തിലെ രക്ഷകനെ കൺകുളിർക്കെ കാണുവാനും അതിൻ്റെ ആ ശാന്തിയും സമാധാനവും അനുഭവിക്കുവാനും ഞങ്ങൾക്ക് വരമേകണമേ. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ വംശാവലി മത്തായിയുടെ സുവിശേഷകൻ തുടങ്ങി ആരംഭം കുറിക്കുമ്പോൾ അവ നമ്മെ പുതിയ ഒരു ജീവിതത്തിൻ്റെ ശൈലിയിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകേണ്ടത്. ക്രിസ്തുവിൻ്റെ ആ പ്രഭയിലേക്ക് കടന്നു വരാനും എല്ലാവരെയും സമഭാവനയോടെ നോക്കിക്കാണാനും അങ്ങനെ ആ വിശ്വാസം പകർന്നു തരുന്ന കൂട്ടായ്മയിൽ കൈകോർത്ത് നീങ്ങാനും ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.